ഹോസിയ 7:14. ഹോസിയ 7:14. தங்கள் உள்ளத்திலிருந்து என்னை நோக்கி அவர்கள் கூக்குரல் இடவில்லை, அதற்கு மாறாக தங்கள் പടുതകളിൽ കിടന്ന് കതറുകിன்றார்கள். ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. വീഞ്ഞിനും ധാന്യത്തിനു വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. ഈ വചനം എനിക്ക് കിട്ടി. ഈ വചനം നമുക്ക് ഏറ്റു പറയാം. വലതുകരം എത്തിപ്പിടിച്ച് വചനം ഏറ്റു പറയാൻ ഇരട്ടി ആവശ്യമുണ്ട്. ഏറ്റു പറയുന്നത് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹോസിയ 7:14. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. വീഞ്ഞിനും ധാന്യത്തിനു വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. സഭയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് അന്ധകാരങ്ങള്, തകർച്ചകള്, പരാജയങ്ങള്, രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരങ്ങള്, തകർച്ചകള്, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇന്ന് മനുഷ്യർ ചെയ്യുന്നത്, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, പത്രമാസികളിൽ നമ്മൾ വായിക്കുന്നത്, ടി വിയിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, മനുഷ്യൻ ഒളിച്ചോട്ടം നടത്തുന്നു, മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു, മനുഷ്യൻ മന്ത്രവാദം കൂടോത്രം ചെയ്യുന്നു, മന്ത്രചരട് ഏലസ് ജപിച്ചു കെട്ടി നടക്കുന്നു, മദ്യശാലയിൽ പോയി മദ്യപിച്ച് ആശ്വാസം കണ്ടെത്താണ്. ഇതാണ് ഇന്ന് ലോകത്ത് മനുഷ്യർ ചെയ്യുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒളിച്ചോടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, മന്ത്രവാദ കൂടോത്രം ചെയ്യുന്നു, മന്ത്രചരട് ഏലസ് ജപിച്ചു കെട്ടുന്നു, മദ്യശാലയിൽ പോയി മദ്യപിച്ച് ആശ്വാസം കണ്ടെത്താൻ നോക്കുന്നൊരു സത്യം തിരിച്ചറിഞ്ഞു. ഈ പ്രവൃത്തികളെല്ലാം വിശുദ്ധ ബൈബിളിന് എതിരാണ്. ഒന്ന് ഹല്ലേലൂയ പറയോ? ഇത് ദൈവവചനത്തിനെതിരാണ്. കാരണം ദൈവവചനം പറയുന്നത് ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം അവർ കിടക്കയിൽ നിന്ന് വിലപിക്കുന്നു, അവർ ഒളിച്ചോട്ടം നടത്തുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തി എവിടെ ചെന്ന് വാർത്താലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗമാകുന്നില്ല. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ആത്മഹത്യയിൽ കർത്താവിന്റെ അഭിഷേകമില്ല, മന്ത്രവാദത്തിന് കൂടത്തിന് അഭിഷേകമില്ല, മന്ത്രചരട് ഏലസിനും അഭിഷേകമില്ല. ഈ ലോകത്തെ ഒരു മദ്യഷാപ്പിനും ഒരു ടാസ്മാക് കടയിലും ദൈവത്തിന് അനുഗ്രഹം വരുന്നില്ല. ഹല്ലേലൂയ. അനുഗ്രഹം എവിടെയാണ്? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ. റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായത്തിൽ 12-13 തിരുവചനങ്ങൾ. റോമ 10-12-13 തിരുവചനങ്ങൾ. യൂതരെன்றോ ഗ്രേക്കരെன்றോ കടവൾക്ക് വേർപാടില്ലേ, അനേകർക്ക് കടകൾ ഒരുവരെ തമ്മേകൾക്ക് മണ്ടാടി എവർക്ക് മലവറ്റ നലങ്ങളെ കൊള്ളുക ആണ്. ഞാൻ ആ തന്ന ലിസ്റ്റിലെ അതിൽ കറക്റ്റ് ഓർഡർ ഉണ്ടാകും. അടുത്ത വചനത്തിലുണ്ടാകും. അപ്പൊ അത് നീ നേരത്തെ എടുക്കില്ല, ഇങ്ങനെ തന്നിട്ട് കാര്യമില്ല. ഓക്കെ. യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ കർത്താവിന് വ്യത്യാസമില്ല. എല്ലാവരെയും കർത്താവ് വരുമ്പോൾ തന്നെ കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും അവിടുന്ന് സമ്പത്ത് വർഷിക്കുന്നു. കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്ന രക്ഷപ്രാപിക്കും. സങ്കീർത്തനം 47:1 മറന്നാൽ ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം കർത്താവ് പറഞ്ഞതാണ്. ആര് തമ്മിലാണ് വിളിച്ചത്? അത് യഹൂദനായാലും ഗ്രീക്കൻ. ഇന്ന് ബൈബിള് വായിക്കുമ്പോൾ ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ആര് കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്നുവോ അവരുടെ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഇന്ന് പതികന്റെ മതി പറയുക ഹല്ലേലൂയ. ശക്തി പറയുക ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വെളുപ്പിന് 4 മണിക്ക് ഞാൻ തിരുവനന്തപുരത്ത് ആളയൂര് കൺവെൻഷൻ വേണ്ടി വന്നുകൊള്ളുന്ന ഏറ്റിങ്ങര രൂപതയിൽ കഴിഞ്ഞ വർഷവും അവിടെ കൺവെൻഷൻ നടത്തി. പിന്നെ അവര് നമ്മുടെ
കൺവെൻഷൻ വന്നപ്പോൾ എൻ്റെ അടുക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൗൺസിലിങ്ങിന് വന്നു. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അച്ചു, ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടല്ല വന്നിരിക്കുന്നത്, പിന്നെ എന്തിനാ വന്നിരിക്കുന്നത്? നന്ദി പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്തിനു വേണ്ടി നന്ദി പറയാൻ വന്നത്? അച്ഛൻ കഴിഞ്ഞ വർഷം അച്ഛൻ്റെ അടുക്കൽ ഞങ്ങൾ വന്നത് ഓർക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ ഓർമ്മയില്ല, ഒത്തിരി പേര് കാണാൻ വരുന്നുണ്ട്, എങ്കിലും കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ചു, ഞാൻ മദ്യത്തിനടിമയായിരുന്നു, മദ്യപിച്ച് എൻ്റെ ലിവറിന് പ്രോബ്ലം വന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വളരെ സീരിയസ് ആണ്, ഇദ്ദേഹം മദ്യം നിർത്തണം, ഇദ്ദേഹത്തിന് രക്ഷപ്പെടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ പറയാ, അച്ഛൻ ഇങ്ങനെ ഒരു വാർത്ത ഡോക്ടേഴ്സ് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ഭാര്യ ഇവിടുത്തെ കൺവെൻഷനെ കൂട്ടി വന്നതാണ്, ഇതിനെ പറ്റി കേൾച്ചു. ആ മനുഷ്യൻ പറയും, പ്രസംഗത്തിനിടയ്ക്ക് അച്ഛൻ ഒരു വചനം പറയുന്നത് കേട്ടു, അത് കഴിയില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 9-10 വചനം, സിറാത്ത് അധികാരം 10 ഇതേ വചനം 9-10. മകനെ നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് സുഖപ്പെടുത്തും, തെറ്റുകൾ തിരുത്തുക, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരിക, ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകിക്കളയുക. മകൻ ജീവിക്കുമ്പോൾ കവലയിലില്ലാതെ ആളുടെ മനസ്സാണ് അവനുള്ളത് നല്ലവനുള്ള കുറ്റങ്ങളെ അകത്ത് നേർമയാണ് പറ്റിച്ച് എല്ലാ പാപങ്ങളിൽ നിന്നും ഉള്ളത്തെ തൂയ്മപ്പെടുത്തി. ഞാൻ சொன்னதை കറക്റ്റാ? തിരുപ്പാട് 47. മകനെ നിനക്ക് രോഗം വരും, ഉദാസീനാകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് സുഖപ്പെടുത്തും. ഒരു കണ്ടീഷൻ കർത്താവ് പറഞ്ഞു, നീ തെറ്റുകൾ തിരുത്തുക, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരിക, ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകിക്കളയുക. അച്ഛൻ ഈ വചനം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, സഹോദര, ഈ മദ്യം എന്നുള്ള പരിപാടി അത് നിർത്തുന്നില്ല എങ്കിൽ സഹോദരന്റെ കർത്താവിനെ അനുഗ്രഹിക്കില്ല, സഹോദരൻ കർത്താവ് അനുഗ്രഹിക്കില്ല. ഈ മദ്യം ഉപേക്ഷിച്ച് കർത്താവിന് ഉള്ളൊരുക്കി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സഹോദര രോഗത്തെ കർത്താവ് സുഖപ്പെടുത്തും. ആ മനുഷ്യരെ അച്ചു, അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല. 5 ദിവസവും ധ്യാനത്തിന് ഞാൻ വളരെ ഭക്തിയോടും പങ്കെടുത്തു. നല്ലൊരു ഉപസാരം വർഷങ്ങൾക്ക് ശേഷം നടത്തി. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ എനിക്കൊരു പ്രശ്നവുമില്ല. 1 മാസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ ചോദിച്ചു, എങ്ങനെയുണ്ട്? ഡോക്ടർ, എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പൊ വെള്ളം പിടിക്കുന്നുണ്ട്, എല്ലാ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഡോക്ടർ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അദ്ദേഹം റിസൾട്ട് വന്നപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നീ ഇവിടെ വന്ന് വിളിച്ചിട്ട് എൻ്റെ ആത്മീയ മന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ പോയി എവിടെ? ഇടവകയിൽ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ കൺവെൻഷൻ നടത്തി അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു തന്നു. ഡോക്ടർ പറഞ്ഞു, സഹോദര, നിന്റെ ലിവറിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കുന്നു. യഹൂദരിക്കാൻ നമ്മൾ കർത്താവിന് വ്യത്യാസമില്ല. ആര് തമ്പുരാന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ? മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 27-31 2 അന്ധന്മാർ യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, 2 പേരെയും കർത്താവ് സുഖപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 30-ാം വചനത്തിൽ 2 അന്ധന്മാർ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു, 2 പേരെയും സുഖപ്പെടുത്തുന്നു. മർക്കോസ് 10-ാം അധ്യായം 46-52 അന്ധയാചകൻ ബർത്തിമേയുസ് യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ബർത്തിമേയുസിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ലൂക്ക 17-ാം അധ്യായം 11-19 10 കുഷ്ഠരോഗികളെ യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, 10 പേരെയും കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിന്റെ നാമത്തെ വിളിച്ച് ആര് പ്രാർത്ഥിക്കുന്നു? ഈ 4 ദിവസം ഈ ശാന്തമായ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ നിന്ന് യേശുവേ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരവരുത്. കാരണം അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 2 വചനം 21, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ വചനം 21. அப்பொழுது ஆண்டவர் திருப்பெயரை சொல்லி வேண்டுவோர் யாவரும் தப்பி பிழைப்பர். അവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വീണ്ടും ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 32-ാമത്തെ തിരുവചനം. ജോയൽ പ്രവാചകന്റെ പുസ്തകം
തിരുവചനം വായിച്ചു. 2:32. കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഇതാണ് വിശുദ്ധമായി. ഒളിച്ചോടുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളിൽ ആത്മകർഷിച്ചല്ല വേണ്ടത്. പ്രശ്നങ്ങളിൽ മന്ത്രവാദം കൊടുത്തുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളിൽ മന്ത്രച്ചെടി അടിച്ച് ജപിച്ച് കെട്ടുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളിൽ മദ്യശാലിക്കൊരു മദ്യപിച്ച് ആ സന്തോഷകണ്ഠത്തെ നോക്കിയല്ല വേണ്ടത്. കർത്താവിനെ നാം വിളിച്ച് പ്രാർത്ഥിക്കാനാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശുവെ വിളിച്ച് പ്രാർത്ഥിക്കും. കാരണം കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ രക്ഷയുണ്ട്, വിടുതലുണ്ട്, അഭിഷേകമുണ്ട്, രോഗശാന്തിയുണ്ട്. ഒന്ന് ഹല്ലേലൂയ പറയോ. 2 കരം ഉയർത്തിപ്പിടിക്കോ. എന്റെ ഈശോയെ ഒന്ന് വിളിച്ചേ. കർത്താവെ എനിക്ക് നാണം വന്നിട്ട് വിളിക്കാം. എന്റെ ഈശോയെ, എന്നെ ഈശോയെ. കൈ കുടിക്കാതെ പോലെ സിസ്റ്ററെ ഞങ്ങൾ കൈ കുടിക്കുക, ഞങ്ങൾ അപ്പം കഴിക്കുള്ളൂ. സിസ്റ്റേഴ്സിന് സന്തോഷമായി. മകനെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഞങ്ങൾക്കുള്ളത്. മകന് എനിക്ക് കേട്ട മക്കളെ മകനാണ് കത്തിച്ചത്. ഞാൻ അങ്ങനെ ഊഹിച്ചെടുത്താണ് കേട്ടോ. ഓക്കെ, സങ്കീർത്തനം 47:1. ഹല്ലേലൂയ, ഹല്ലേലൂയ, സത്യത്തിൽ ഹല്ലേലൂയ. ഇതുപോലെ സ്വരത്തിൽ എന്റെ ഈശോയെ ഒന്ന് വിളിച്ചേ. കുറച്ചുകൂടെ ശബ്ദത്തിൽ വിളിച്ചേ. ഞാൻ വിശുദ്ധ ബൈബിളിലെ ഒരു പുസ്തകം അടുത്ത കാലത്ത് കൊണ്ട് വായിച്ചു. ആ പുസ്തകം ജോബിന്റെ പുസ്തകമാണ്. ജോബിന്റെ പുസ്തകത്തിൽ ജോബിന് നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്നത് പോലെ തന്നെ 3 തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. 3 പ്രോബ്ലംസ്. അത് സാമ്പത്തിക തകർച്ച, പ്രിയപ്പെട്ടവർ മരിച്ചു, പ്രിയപ്പെട്ടവർ അവനെ തള്ളിക്കൊണ്ട് ഉപേക്ഷിച്ചു പോയി, 3 ശാരീരികമായ രോഗങ്ങൾ. ഈ ജോബിന്റെ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് 3 ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കണക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കില്ല. വെച്ച് എനിക്ക് ഏറെ ഇറങ്ങിയുള്ള ഗ്രാഫ്. ഈ 3 ഗ്രാഫുകളിൽ ഒന്നാമത്തെ ഗ്രാഫ് അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാൻ പറ്റി. രണ്ടാമത്തേത് നേരെ കുത്തനെ താഴേക്ക് 0 ഡിഗ്രിയിലേക്ക് പോയി. മൂന്നാമത്തെ വീണ്ടും ഇരട്ടിയായിട്ട് കുറേ ഉയർന്നു. ജ്യോതിര പുസ്തകത്തിലെ കഥയാണ്. ഈ ജോബിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്, ജോബിന്റെ പുസ്തകം എടുത്തു പിടിച്ചു. ജോബിന്റെ പുസ്തകത്തില് ഈ ജോബ് ഉസ്ദേശത്തെ ധനികനായിരുന്നു എന്നാണ് പറയുന്നത്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ച്. ജോബ് 1-ാം അധ്യായം 1 മുതൽ 3 വരെ ശ്രദ്ധിച്ച് കേട്ടോട്ട്. ഒന്നാമത്തെ ഗ്രാഫ് ഞാൻ വരയ്ക്കുക. ஊசு என்ற நாட்டில் யோபு என்ற ஒருவர் இருந்தார். அவர் மாசற்றவரும் நேர்மையானவருமாய் இருந்தார். கடவுளுக்கு அஞ்சி தீயதை விலக்கி வந்தார். அவருக்கு 7 புதல்வரும் 3 புதல்வியரும் பிறந்தனர். அவருடைய உடைமைகளாய் 7000 ஆடுகளும் 3000 ஒட்டகங்களும் 500 ஏற்காடுகளும் 500 பெண் கழுதைகளும் இருந்தன. பணியாளர்களும் மிக பலர் இருந்தனர். கீழ்நாட்டு மக்கள் എന്ന ദേശത്ത് ജോബ് എന്ന ഒരു ധനികനുണ്ടായിരുന്നു. ഒന്നാമത്തെ ഗ്രാഫ് വരയ്ക്കുകയാണ് അദ്ദേഹത്തിന്. അവൻ സത്യസന്ധൻ, നിഷ്കളങ്കൻ, ദൈവഭയമുള്ളവൻ, പാപത്തെ വിട്ട് ജീവിച്ചു. അവന്റെ സാമ്പത്തിക മേഖല അവിടെ വായിച്ചു. അന്ന് ഒരുവന് സമ്പന്നനായിട്ട് കണക്കാക്കുന്നത് ആടുമാടുകളുടെ എണ്ണം അനുസരിച്ചാണ്. അവന് 7000 ആടുകളുണ്ടായിരുന്നു, 3000 ഒട്ടകങ്ങളുണ്ടായിരുന്നു, 500 ഏർക്കാളകളുണ്ടായിരുന്നു, 500 പെൺകഴുതകളുണ്ടായിരുന്നു. ജോബിന്റെ സാമ്പത്തിക മേഖല ഭദ്രമാണ്. അത് 100 ഡിഗ്രിയിലാണ്. ഇതിൽ എഴുതി വെച്ച്
പഠിപ്പിച്ചിരിക്കുകയാണ്, പൗരസ്ത്യ ദേശത്ത് ജോബിനെ പോലെ സമ്പന്നനായി വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങേയറ്റം സമ്പന്നനാണവൻ. ഇനി അപ്പോൾ അവന് സാമ്പത്തിക മേഖല ഓക്കെ, 100% ഓക്കെ. അടുത്തത് ആൾബലം കൊണ്ട് അവന് 7 പുത്രന്മാരും 3 പുത്രിമാരുണ്ടായിരുന്നു. അവന് അനേകം ദാസന്മാരുണ്ടായിരുന്നു. അവന് ഭാര്യ ഉണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു. ആൾബലം കൊണ്ട് അവന്റെ ഗ്രാഫം അടുത്ത സ്റ്റെപ്പ് 100-100-ലാണ്. ഇനി അവൻ ആരോഗ്യവാനായിരുന്നു, പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. അവന് രോഗം ഉണ്ടായിരുന്നില്ല. ജോബിന്റെ 1ാമത്തെ ഗ്രാഫ് സ്ട്രെയിറ്റ് ആയി. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ ഗ്രാഫ് വരച്ചാൽ ഒരുപക്ഷെ നാളുകൾക്ക് മുൻപുള്ള നമ്മുടെയൊക്കെ ഗ്രാഫ് ഇതുപോലെ എല്ലാം കൊണ്ട് സ്ട്രെയിറ്റ്. സമ്പത്തുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഗ്രാഫാണ്. എന്നാൽ ഈ ജോബിന്റെ 2ാമത്തെ ഗ്രാഫ് ഞാൻ കണ്ടു. 2ാമത്തെ ഗ്രാഫ് വരയ്ക്കാൻ പോകുക. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 10 വരെ വായിച്ചു. ഒരു നാൾ ദൈവപുത്രർ ആണ്ടവർ മുന്നിലയിൽ ഒന്നുകൂടിனர். ശ്രദ്ധിച്ച്, ഒരു ദിവസം അവിടെ സ്വർഗത്തിലൊരു മാനാട് സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ ദൈവമാണ്, മാലാഖമാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നത്. എന്നാൽ ഈ പിശാച് മാലാഖമാരുടെ നടുക്ക് വരുന്നുണ്ടായിരുന്നു. ഇത് മാലാഖമാർ അറിഞ്ഞില്ല, കാരണം പിശാച് മാലാഖമാരെ വിഷം കെട്ടിയിട്ടാ വരുന്നത്. പക്ഷെ ദൈവം അറിഞ്ഞു. അടുത്തത് സാത്താൻ കൊടുത്ത മറുപടി, ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചിട്ട് അവരിന് അവന്റെ അർത്ഥം ശാന്തൻ പാറയിലും പിശാചി വന്നിട്ടുണ്ട്. ഇപ്പോഴും പോയിട്ടില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പിശാചിന്നൊക്കെ പറയുന്നു. തനി പിശാചി വരികയൊക്കെ മനസ്സിലായ വീട്ടിൽ പറയുന്നില്ല പിശാചി പിശാചി ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഇരിപ്പ് കണ്ടതാണ്. എന്നിട്ട് ദൈവം എന്താ പറഞ്ഞു? എന്റെ ദാസൻ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോൾ സത്യസന്ധൻ, നിഷ്കളങ്കൻ, ദൈവഭയമുള്ളവൻ, പാപത്തെ വിട്ട് ജീവിച്ചവൻ, ഇതുപോലെ വേറെ ആരെങ്കിലും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് വന്ന് നീ കണ്ടിട്ടുണ്ടോ? ഉടനെ പിശാച് ദൈവത്തോടുള്ള മറുപടി പറഞ്ഞ അടുത്ത വചനം ஒன்றுமில்லாமல் யோபு கடவுளுக்கு அஞ்சி நடக்கிறான். அவனையும் அவன் வீட்டாரையும் அவனுக்குரிய அனைத்தையும் நீ சூழ்ந்து நின்று അവൻ നിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ കാരണം നീ അവനും അവന്റെ ഭവനത്തിന് സമ്പത്തിന് ചുറ്റും വേലിക്കെട്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പോലും ജോബിന്റെ ജീവിതത്തിൽ കടന്നിയെന്ന് അവന് തകർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വേലിക്കെട്ട് എന്താണെന്നറിയോ? ജോബിനും അവന്റെ ഭവനത്തിന് സമ്പത്തിന് ചുറ്റും പിശാച് പണിതുയർത്തിയ വേലിക്കെട്ടിന്റെ പേരാണ് പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ വേലിക്കെട്ട്. സങ്കീർത്തനം 47:1.